ആശാവർക്കർമാരെ ചിലർ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ആശാവർക്കർമാരുടെ കാര്യത്തിൽ എൽഡിഎഫിനും കേരള സർക്കാരിനുമുള്ള താൽപര്യം അവരെ കുത്തിയിളക്കി വിടുന്നവർക്ക് ഉണ്ടാകില്ല. കേന്ദ്രം പണം തരാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ പറഞ്ഞ ആശാവർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ആളുകൾ, ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട്. അവരോട് പറയണ്ടേ, ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല, അതുപോലെ സമയത്ത് കൊടുക്കുന്നില്ല. ഒരു വർഷത്തെയൊക്കെ കുടിശ്ശിക പലപ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് പറയണ്ടേ. അപ്പോൾ ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനും LDFനും ഉള്ളതിന് അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തിയിളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാനത്ത് ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന ഓണറേറിയമാണെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ അറിയിച്ചു. ടെലിഫോൺ അലവൻസ് ഉൾപ്പെടെ 13,200 രൂപ വരെ ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിൽ സ്ഥിരം ജോലിയായല്ല ഇവരെ നിയമിക്കുന്നത്. അതിനാൽ അവർക്ക് സ്ഥിരം ശമ്പളമല്ല, മറിച്ച് ആരോഗ്യ സേവനങ്ങൾക്കുള്ള ഇൻസെന്റീവായിട്ടാണ് ഓരോ മാസവും നൽകുന്നത്. ആശാവർക്കർമാർക്ക് 7,000 രൂപ മാത്രമാണ് കിട്ടുന്നത് എന്ന പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും നാഷണൽ ഹെൽത്ത് മിഷൻ വ്യക്തമാക്കി. ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിശോധിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചതായി മന്ത്രി വീണ ജോർജ്. കമ്മിറ്റി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ആശാവർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിനെന്നും രാജ്യത്ത് കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ആശമാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന്, ആരോഗ്യ വകുപ്പിന് അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് ഉള്ളത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മുടെ ആശമാർക്ക് സംസ്ഥാനങ്ങൾ നൽകുന്ന ഓണറേറിയം സംബന്ധിച്ച കാര്യം. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഓണറേറിയവും അതുകൂടാതെ ലഭിക്കുന്ന ഇൻസെന്റീവുകളുമാണ് ആശമാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വേതനം. സംസ്ഥാനത്തിന്റെ ഷെയർ ഏറ്റവും കൂടുതൽ രാജ്യത്ത് നൽകുന്നത് കേരളമാണ്. അനേക വർഷങ്ങളായി കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവ് ഉയർത്തിയിട്ട്, അപ്പൊ ഞാൻ നൽകിയ നിവേദനങ്ങളിൽ ഒന്നാമതായി എഴുതിയിരുന്നത് ആശമാരുടെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം കേന്ദ്രം നൽകുന്നത് 2,000 രൂപയാണ്. അപ്പോ അത് ഉയർത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് മിനിസ്റ്ററും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി.